എറണാകുളം മഹാരാജാസ് കോളേജ് ചേർന്നു. വൈശാഖ, എന്തൊക്കെയാണ് പരാതി? ആരൊക്കെയാണ് അറസ്റ്റിലായത്? അഭിഭാഷകർക്കെതിരെ കേസില്ലേ? അല്ലാതെ ഇന്നലെ രാത്രി ഉണ്ടായ സംഘർഷങ്ങളെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അഭിഭാഷകരുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെയാണ് ഇപ്പോൾ ഇതിൽ പ്രതി ചേർത്തിട്ടുള്ളത്. കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇന്നലെ രാത്രി അഭിഭാഷക അസോസിയേഷന്റെ അവരുടെ ആനുവൽ സെലിബ്രേഷൻ നടക്കുകയായിരുന്നു. ഇതിനിടയിലേക്ക് മഹാരാജാസ് കോളേജിലെ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് അഭിഭാഷകർ പരാതി നൽകിയിട്ടുള്ളത്. വനിതാ അഭിഭാഷകരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വളരെ മോശമായി പെരുമാറി പിന്നീട് സംഘം ചേർന്ന് അഭിഭാഷകരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു എന്നുള്ള രീതിയിലാണ് പരാതി. ആ പരാതി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ. കൂടുതൽ കേസുകൾ ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്തേക്കുമെന്നുള്ള സൂചനകളുണ്ട്. കാരണം അതിൽ ഈ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. കൂടാതെ വിദ്യാർത്ഥികളായ 12 പേർക്കും പരിക്കേറ്റു. അവിടെ വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിലുള്ള ഒരു സംഘർഷം ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയതാണെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഏതാണ്ട് 20ഓളം അർദ്ധരാത്രി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം അല്പം മുമ്പ് ഉണ്ടായിട്ടുള്ള സംഘർഷമാണ്. രണ്ട് ഇൻസിഡന്റ് ആണ്. അതായത് അർദ്ധരാത്രി അഭിഭാഷകരും അതോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അതിന്റെ തുടർ സംഘർഷം എന്ന നിലയ്ക്കാണ് അല്പസമയം മുമ്പ് കാര്യങ്ങൾ ഉണ്ടായത്. കോളേജുമായി ബന്ധപ്പെട്ടാണോ ഈ അഭിഭാഷകർ രാത്രി എങ്ങനെ എത്തി? എവിടെ വെച്ചായിരുന്നു സംഘർഷം? എങ്ങനെയാണ് ഈ സംഘർഷം തുടങ്ങിയത്? അക്കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ ഗൗരവതരമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ടോ? അത് ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിലാണോ കാര്യങ്ങൾ പോകുന്നത്? രാഗിൽ, അതായത് ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവുമാണ് കോടതിയും അതോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജും. കോടതി വളപ്പിൽ ബാർ അസോസിയേഷന്റെ കുടുംബ സംഗമം നടക്കുകയായിരുന്നു. രാത്രി വൈകിയും അപ്പം ഇന്നലെ വൈകിട്ട് ഒരു സംഘർഷം ഉണ്ടായതിനു ശേഷം അവിടെ പോലീസിനെ വിന്യസിക്കുകയും പോലീസ് അവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി വീണ്ടും വിഷയമുണ്ടാകുന്നത്. വിഷയമുണ്ടാകുന്നതോടുകൂടിയാണ് വീണ്ടും അവരങ്ങോട്ട് കല്ലും അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ കുട്ടികൾക്ക് നേരെ കല്ലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എറിയുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, നോക്കൂ, ഇവിടെ പോലീസിൻ്റെ ഒരു സാന്നിധ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പോലീസ് ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ്? ഇന്നലെ മുതൽ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വന്നിട്ട് ഒരു പോലീസുകാരുടെ പോലും സാന്നിധ്യം അവിടെ ഇല്ല. അങ്ങോട്ട് അഭിഭാഷകരെന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാർ കല്ലും കുപ്പികളും മദ്യക്കുപ്പികളും വലിച്ചെറിയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. കാര്യം ഇവിടെ നിയമങ്ങൾ സംരക്ഷിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും നിയമങ്ങൾ നടപ്പാക്കുകയും നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഈ അഭിഭാഷകർ കുട്ടികളെക്കാൾ വളരെ മോശമായ രീതിയിൽ നാണിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിയമം വ്യാഖ്യാനിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പോലീസിൻ്റെ ഒരു സാന്നിധ്യം പോലും അവിടെ കാണുന്നില്ല എന്നുള്ള വേദനാജനകമായ ഒരു കാര്യമാണ്. അവരെ പോലീസ് സാന്നിധ്യം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ സംഭവം വൈകുന്നേരം പോലീസ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിൻ്റെ ഒരു സാന്നിധ്യം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഗൈസ്, എന്നാന്നേലും ശരി, ഇത് ഒരിക്കലും ഭൂഷണമല്ല. അവരിങ്ങോട്ട് മദ്യക്കുപ്പി മറ്റു കാര്യങ്ങളൊക്കെ എറിയുന്നൊരു സാഹചര്യവും ഉണ്ട്. മോശമാണ്. കാരണം വിദ്യാർത്ഥികളെക്കാളും മുതിർന്ന നിയമത്തെക്കുറിച്ച് അവബോധമുള്ള ഈ അഡ്വക്കേറ്റ്സ് അങ്ങോട്ട് ചെയ്യുന്നത് മഹാരാജാസിലേക്ക് കല്ലെറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഗൈസ്, അല്ലേ?